നമുക്ക് സിമ്പിളായിട്ട് ബീഫ് പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കാം. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. അതിലേക്ക് ഒരു 1/2 കിലോ ബീഫ് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് സവാളയും ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ചെറിയ ഉള്ളി സവാള ഒരു വലിയ സവാള അരിഞ്ഞത്, പിന്നെ ചെറിയ ഉള്ളി ഒരു കൈപ്പിടി നിറയെ ഇടണം കേട്ടോ. ചെറിയ ഉള്ളി കൂടുതലും സവാള കുറവുമാണ് വേണ്ടത്. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് ബീഫ് നന്നായിട്ട് വേവിക്കണം. അതായത് നല്ല സോഫ്റ്റായിട്ട് ബീഫ് വേവിക്കണം കേട്ടോ. ബീഫ് വേവാതിരുന്നാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ലവണ്ണം കുറച്ച് നെയ്യുള്ള ബീഫാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് മഞ്ഞൾപ്പൊടി, ഉപ്പും ചെറിയുള്ളി, സവാള ഇട്ടിട്ട് നന്നായിട്ട് ബീഫിൽ തിരുമ്മി പിടിപ്പിക്കുക. എന്നിട്ട് ഇത് വേവിക്കാനായിട്ട് വയ്ക്കുക. ഇനി പൊടികൾ കുറച്ച് ചൂടാക്കി വെക്കണം. അത് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, വലിയ ജീരകം പൊടിച്ചത് 3/4 ടീസ്പൂൺ, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, അത് ഒന്ന് ചൂടാക്കണം. ഒരു പാനിലിട്ടൊന്ന് നേരിയതായിട്ടൊന്ന് ചൂടാക്കി വയ്ക്കുക. പിന്നെ വേറൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം പച്ചമുളക്, തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. അതായത് തക്കാളി ഉടഞ്ഞ് പോകണം കേട്ടോ. തക്കാളി ഉടഞ്ഞില്ലെങ്കിൽ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ആ ബീഫ് വേവിച്ചതുണ്ടല്ലോ, ആ ബീഫ് വേവിച്ചത് നമ്മുടെ ഈ തക്കാളിയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച പൊടികളുണ്ടല്ലോ, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി, വലിയ ജീരകം പൊടിച്ചത്, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലയാണ് ആ മിക്സിലുള്ളത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അത് ഒരു റോസ്റ്റിൻ്റെ പരുവത്തിൽ കുറുകിയെടുക്കുക. നമ്മുടെ ഈ ചാറിൻ്റെ പരുവമൊക്കെ നമുക്ക് എങ്ങനെ വേണം എന്നുള്ള രീതിയിൽ കുറുക്കിയെടുക്കാം. പക്ഷേ ശരിക്കും അത് കുറുകിയെടുക്കുന്നതാണ് കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവുക. പിന്നെ അതിലേക്ക് നമ്മളൊന്ന് താളിച്ചൊഴിക്കും കേട്ടോ. വെളിച്ചെണ്ണയിൽ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ച് ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ വറ്റിച്ചെടുക്കാം. ഇനി വറ്റിച്ചെടുത്ത് കുറച്ചൊന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അത് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ നല്ല സ്മെല്ല് വരും കേട്ടോ. അപ്പോൾ തന്നെ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല സ്മെല്ലുള്ള കറിയാണ്. ശരിക്കും കടകളിൽ കിട്ടുന്ന കറിയുടെ സ്മെല്ലും ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നോക്ക് നമ്മുടെ ബീഫ് പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.